യെസ്, ബാബു ചേട്ടൻ കുറേ സമയം വെറുതെ ഇരിക്കുകയാണ്. ശ്രീ ആർ വി ബാബു നേരത്തെ പറഞ്ഞു, ഇവിടെ പാട്ട് പാടരുത്, നൃത്തം ചെയ്യരുത്, ചിത്രം വരയ്ക്കരുത്, ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാന്തപുരത്തെ പോലുള്ള ഒരു ഉസ്താദുമാരും ഇന്നേ വരെ സ്വർണം കടത്തരുത്, മയക്കുമരുന്ന് കടത്തരുത്, ഉസ്താദുമാർ മദ്രസകളിൽ വൃത്തികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം മതിയോ ഇത്രയും ഒരു ഔത്സുക്യം? നമ്പ്യാരെ, ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ല, ഞാൻ ചിരിച്ച് മണ്ണ് കപ്പുമായിരുന്നു. ഇത് കേൾക്കാമല്ലോ അല്ലേ? അനിൽ നമ്പ്യാരെ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇതുപോലൊരു ചർച്ച ഇതിനു മുമ്പ് ഞാനിതുപോലൊരു ചർച്ച പങ്കെടുത്തിട്ടില്ല. കാരണം ഈ സക്കീറിനെ പോലെ ഒരു നിരപരാധിയെ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സഹതാപൂർവമായ സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണമായിരുന്നല്ലോ. ഇപ്പോ ഞാൻ ഖുറാനിലെ പണ്ഡിതനല്ല. ഖുറാനിലെ ഹദീസും പഠിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആരിഫോ ജാമിദ ടീച്ചറോ നുസ്രത്തോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ എനിക്ക് ചോദിക്കാനാവില്ല. അല്ലെങ്കിൽ ഞാനത് ചോദിക്കുന്നത് മര്യാദയുമല്ല. എനിക്ക് ഖുറാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ അതിലേക്ക് കടന്ന് വായിക്കുമ്പോൾ അതൊരു പരമത വിദ്വേഷം പോലെ കടന്നു വരും. അതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയമായി ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല ഈ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിവൃത്തിയില്ല, 50% സ്ത്രീകൾ വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് മാത്രം പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ത്രീകളെ നിർത്തുന്നത് ഒഴിച്ചാൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം മുസ്ലിം ലീഗിൽ എത്രമാത്രമാണ്? അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രം കൊടുത്തിട്ടുണ്ട്? എത്ര മുസ്ലിം വനിതാ എം എൽ എമാരുണ്ടായി കേരളത്തിൽ? വനിതാ എം എൽ എമാരുണ്ടായതിനു ശേഷമല്ലേ വനിതാ മന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവൂ. അപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാടിൻ്റെ ആ ഒരു സ്വഭാവമാണ് ലീഗും പ്രകടിപ്പിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വളരെ വലിയ പ്രതിഷേധം CAA പ്രക്ഷോഭത്തിനെതിരെ ഉണ്ടായി. അപ്പോൾ സ്ത്രീകളടക്കം വീടടക്കം അടച്ച് ഒരു വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലീഗടക്കം നേതൃത്വം കൊടുത്ത് വന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സമസ്തയുടെ ഉത്തരവുണ്ടായി, സ്ത്രീകൾ ഇനി സമരത്തിന് വരാൻ പാടില്ല, സ്ത്രീകൾ രംഗത്ത് വരാൻ പാടില്ല. അപ്പോൾ അന്ന് ലീഗ് അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ, നമ്മൾ കണ്ടില്ല, ആരും കണ്ടില്ല. അപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അവര് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കാൻ പാടില്ല, സംഗീതം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അവരുടെ സർഗ സൃഷ്ടി നടത്താൻ പാടില്ല. അങ്ങനെ എത്രയെത്ര ഫത്വകൾ ഇറങ്ങിയിരിക്കുന്നു. ഈ ഫത്വകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ലീഗ് രംഗത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ലീഗ് രംഗത്ത് വന്നിട്ടുണ്ടോ? ഈ ഫത്വകളൊക്കെ തെറ്റാണ്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് ഷക്കീർ തുറന്നു പറയാൻ തയ്യാറുണ്ടോ? കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം അല്ല ഇസ്ലാം. അപ്പൊ ഒക്കെ സക്കീർ പറയണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്. സൗദി അറേബ്യൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ സിറിയൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാണോ, ബംഗ്ലാദേശ് ഇസ്ലാമാണോ? ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എങ്കിൽ അത് പറയണ്ടേ? പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നു, കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ല, ചൈന കമ്മ്യൂണിസം അല്ല, ഹംഗറി അങ്ങനെയല്ല, യുഗോസ്ലേവിയ അങ്ങനെയല്ല. സാറെ നാട്ടുപുറങ്ങളിൽ പറയില്ലേ ഇതൊന്നും യഥാർത്ഥ കള്ളല്ല, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെന്തൊരു ഏർപ്പാടാണ് സർ. യഥാർത്ഥത്തിൽ ഈ കിണറ്റിലുള്ളതേ തൊട്ടിയിൽ കിട്ടൂ. ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പൊതുമധ്യത്തിൽ പ്രകടമാകുന്നത്, അതാണ് IS-ലൂടെ പ്രകടമാകുന്നത്, അതാണ് അൽ ഖ്വയ്ദയിലൂടെ പ്രകടമാകുന്നത്, അതാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ പ്രകടമാകുന്നത്, അതാണ് ഈ ലോക ആഗോള തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രകടമാകുന്നത്. മുഴുവൻ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. അപ്പൊ അതുകൊണ്ട് സക്കീറെ, അങ്ങ് എത്ര സമർത്ഥിച്ചാലും എനിക്കിവിടെ അനിൽ നമ്പ്യാരെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ കാന്തപുരം ഇസ്ലാമിന്റെ തത്വം പറഞ്ഞു, ഓക്കെ, നമുക്കത് ആരോ പറഞ്ഞ മാതിരി അതിന്റെ അപകടം എന്താണെന്ന് നേരിട്ടറിയാം. പക്ഷെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന
നമ്മുടെ സാംസ്കാരിക നായകരെവിടെ? അതെ. സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനമില്ല, അവർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സുന്നി വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ്, ഇന്ത്യയിലെ 90% പേരും സുന്നികളാ, കേരളത്തിലെ 90%, 99% സുന്നികളാ. അതിലൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ മുസ്ലിയാർ പറയുന്നു സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനം പാടില്ല, അവര് ഇടപഴകി ജീവിക്കാൻ പാടില്ല. എവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായകര്? എവിടെ സാമൂഹ്യ നേതാക്കന്മാര്? ഇവിടെ CPM-ന്റെ നേതാവ് ഐസക് ഗോവിന്ദനെ നിർത്തും എന്ന് പറഞ്ഞു. ഐസക് എന്താ പറഞ്ഞത്? തോമസ് ഐസക് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നാണ്. എത്ര ഉദാരമായ സമീപനം! എത്ര ഉദാരമായ സമീപനമാണ് ഐസക് കൊടുക്കുന്നത് നോക്കൂ. ഐസക് എന്നിട്ട് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. ഇതിനപ്പുറം മതരാഷ്ട്രം എന്താണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു നാട്, അതല്ലേ മതരാഷ്ട്രം? ഇതിനപ്പുറത്തേക്ക് എന്ത് മതരാഷ്ട്രം? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വരിക എന്നുള്ളതും കൂടി ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് എന്താ മതരാഷ്ട്രം? അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം കോൺഗ്രസ്സുകാർക്ക് പിന്നെ മിണ്ടാട്ടില്ല. അവര് വലിയ പുരോഗമനം പറയും. അവര് ഹിന്ദുക്കളിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ മനുസ്മൃതിയെ കുറിച്ച് ഒക്കെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ വായ്ത്തായി അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? എവിടെ പോയി? എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്, ഈ പറയുന്ന സാഹിത്യകാരന്മാർക്ക്? സച്ചിദാനന്ദൻ ഇപ്പൊ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ നാളായിട്ട്. സച്ചിദാനന്ദൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പൊതുയിടത്തിൽ ഇടപെടില്ല എന്ന്. അത്രയും മലിനമായ അന്തരീക്ഷം കുറഞ്ഞു എന്ന് വിചാരിക്കാം. എവിടെ പോയി മുകുന്ദൻ? എവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്? എവിടെ ഈ സാംസ്കാരിക നായകര്? ഒരൊറ്റ കുഞ്ഞിനെ കാണില്ല. കാരണം പറഞ്ഞാൽ തലയ്ക്ക് മീതെ കഴുത്തുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം, എഴുതാൻ കഴിവുണ്ടാവില്ലെന്നറിയാം. കാരണം ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഈ സാംസ്കാരിക നായകന്മാര്, അവരെ ജയശങ്കരൊക്കെ വിളിക്കുന്നത് നായകളെന്നാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇരട്ടത്താപ്പ്, കാരണം ഇവിടെ വഴിയിൽ ചെട്ടിയൊക്കെ എണ്ട പോലെ അല്ലെങ്കിൽ ഓടിക്കയറാവുന്ന ചാഞ്ഞു കിടക്കുന്ന മരം ആണ്, അതുകൊണ്ട് മനുസ്മൃതിയിടയ്ക്ക് ഉദ്ധരിക്കാം, സനാതനധർമ്മമാണ് കുഴപ്പമെന്ന് പറയാം, ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തൊടാൻ ഒരു നേതാക്കന്മാരും വരില്ല. അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. അതുകൊണ്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിനേക്കാൾ തീവ്രത കൂടിയ തീവ്രമായ യഥാർത്ഥ ഇസ്ലാം കേരളത്തിൽ വളർന്നു വരികയാണ്. കേരളത്തിലാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവം പ്രകടമായി വരാൻ പോകുന്നത്. കാത്തിരുന്നോളൂ. താലിബാനേക്കാൾ വലിയ ഇസ്ലാമിക ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരികയാണ്. അത് കേരളത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും നമ്മുടെ ബഹുസ്വര സങ്കല്പങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു മതാധിപത്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമം അത് കാലങ്ങളായി തുടങ്ങി വെച്ചതാണ്. അതാണ് ഇപ്പോ ഈ കാന്തപുരം അബൂബക്കറിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. തീർത്തും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്.